പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന് പരിക്ക്. ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി അരമതിലിൽ നിന്ന് ചാടി. പരിക്കുണ്ടാക്കാൻ മനഃപൂർവ്വം ചെയ്തതെന്ന് പോലീസ്. പരിക്ക് നിസ്സാരം. രാവിലെ നടക്കേണ്ടിയിരുന്ന തെളിവെടുപ്പ് ഉച്ചകഴിഞ്ഞ് നടക്കും. പൂനെയിൽ നിന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥിനികളുമായി പോലീസ് വൈകിട്ട് മടങ്ങും. നാളെ ഉച്ചയോടെ തിരൂരെത്തിക്കും. കുട്ടികളെ കണ്ടെത്തിയത് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ. ഏറ്റുമാനൂർ കൂട്ട ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇളയ കുട്ടിയെ ഷൈനി നിർബന്ധപൂർവ്വം കൊണ്ടുപോവുകയായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങൾ. ഭർത്താവിന്റെ മർദ്ദനത്തിൽ ആശുപത്രിയിലായിട്ടും പോലീസ് കേസ് പോലും എടുത്തത് 15 ദിവസത്തിന് ശേഷമെന്ന് ഷൈനിയുടെ അച്ഛൻ. അന്ന് തന്നെ കേസെടുത്തിരുന്നെന്ന് പോലീസ്. പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തമാകാമെന്നാണ് CPM വികസന രേഖ. വികസന പദ്ധതികൾക്ക് സെസ് ആകാം, സമ്പന്നർക്ക് സൗജന്യങ്ങൾ വേണ്ട. ചില മന്ത്രിമാർ പോരെന്ന് സംഘടനാ റിപ്പോർട്ട്. സമ്മേളനത്തിന്റെ കൊടികളും ഫ്ലെക്സുകളും നഗരത്തിൽ നിന്ന് നീക്കണമെന്നുള്ള കോടതി ഉത്തരവ് ഇന്ന് തന്നെ. വനിതാ അഭിഭാഷകയെ ജസ്റ്റിസ് ബദറുദ്ദീൻ അധിക്ഷേപിച്ചെന്ന് ഹൈക്കോടതി അഭിഭാഷകർ. ജഡ്ജിയുടെ മുറിക്ക് മുന്നിൽ പ്രതിഷേധം. ഇന്നത്തെ സിറ്റിംഗ് റദ്ദാക്കി. കോടതിയിൽ മാപ്പ് പറയണമെന്ന് അഭിഭാഷകർ. രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് പരിശോധിച്ച് ന്യൂസ് 18 സർവേ. നഗരങ്ങളിൽ സുരക്ഷിതരെന്ന് 82% സ്ത്രീകൾ. രാത്രി യാത്ര ആശങ്കയുണ്ടാക്കുന്ന കാര്യമെന്നും അഭിപ്രായം. സർവേ നടത്തിയത് തിരുവനന്തപുരം അടക്കം രാജ്യത്തെ 20 നഗരങ്ങളിൽ. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ FC പോരാട്ടം. ബ്ലാസ്റ്റേഴ്സ് പുറത്തായെങ്കിലും മുംബൈക്ക് ഇന്ന് നിർണായകം. മത്സരം രാത്രി 7:30 കലൂർ സ്റ്റേഡിയത്തിൽ. വിശദമായ വാർത്തകൾ നോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനുമായി പാങ്ങോട് പോലീസ് ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പ് നടത്തും. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യം തെളിവെടുപ്പ്. പാങ്ങോടുള്ള വീട്ടിലും കവർന്ന ശേഷം ആഭരണങ്ങൾ പണയം വെച്ച ധനകാര്യ സ്ഥാപനങ്ങളിലും എത്തിച്ചാകും തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, രാവിലെ തെളിവെടുപ്പ് നടക്കേണ്ടിയിരുന്നു, പക്ഷെ അതിനിടയിലാണ് ഒരു ദേഹാസ്വാസ്ഥ്യവും ചെറിയ പരിക്കുമൊക്കെ ഉണ്ടായത്. രാവിലത്തേത് മനഃപൂർവ്വമുള്ള കാര്യങ്ങളായിരുന്നു എന്നതാണോ പോലീസ് നിഗമനം? ഈ തെളിവെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? ശ്രീജ, ബോധപൂർവം തെളിവെടുപ്പ് വൈകിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം 23 വയസ്സുകാരനായ കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം സാവകാശം തെളിവെടുപ്പ് മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. ഇപ്പോൾ നമ്മൾ ഉള്ളത് പാങ്ങോട് പോലീസ് സ്റ്റേഷന് മുൻപിലാണ്. ഈ സ്റ്റേഷനിലെ സെല്ലിന് സമീപത്ത് സദാസമയം 2 ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് അഫാനുള്ളത്. മറ്റ് പരിക്കുകളൊന്നുമില്ല എന്നവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ DIG വിളിച്ചിരിക്കുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരടക്കം പോയ പശ്ചാത്തലത്തിൽ അല്പം കൂടി തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സമയം വൈകുമെന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ജുമാ നമസ്കാരം നടക്കുന്ന ദിവസമാണിന്ന്. അപ്പോൾ വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് 2 മണിയോടെ മാത്രമേ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തിയാകുകയുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. DIG ഉൾപ്പെടെയുള്ള അന്വേഷണ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഒരു വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്തുകൊണ്ട് അവർ കൂടി നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ നിന്ന് തെളിവെടുപ്പിന് വേണ്ടി അഫാനെ വിവിധയിടങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രവുമല്ല, ഈ സ്ഥലങ്ങളിലൊക്കെ ജനരോഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും പ്രതിയെ ഈ സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. അതിന് പിന്നാലെ വെഞ്ഞാറമൂട് പോലീസ് മറ്റ് കൊലപാതക കേസുകളിൽ അഫാനു വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ആറ്റിങ്ങൽ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി അധികം വൈകാതെ തന്നെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ ആദ്യ കേസ്, അത് ഈ അഫാന്റെ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസാണ്, അതിൽ തെളിവെടുപ്പ് നടത്തും.
വിവരങ്ങളാണ് ഡാൻ നൽകിയത്. ഇന്നലെ നമ്മളെയൊക്കെ ആശങ്കയിലാക്കിയ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇന്ന് രാവിലെ ആശ്വാസകരമായ വാർത്തയാണ് വന്നത്. നാട് വിട്ടുപോയ മലപ്പുറം താനൂരിലെ പെൺകുട്ടികളെ നാളെ നാട്ടിൽ തിരിച്ചെത്തിക്കും. പൂനെ ലോണാവാലയിൽ നിന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥിനികളുമായി പോലീസ് വൈകിട്ട് നാട്ടിലേക്ക് മടങ്ങും. മണിക്കൂറുകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കുമൊടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാനായതാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായതെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജീവമായിരുന്നു. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ച് അറിയേണ്ടതുണ്ട്. നിലവിൽ യാത്രയോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നാണ് മനസ്സിലാക്കാനാകുന്നതെന്നും SP പറഞ്ഞു. താനൂരിൽ നിന്ന് പോയ അന്വേഷണ സംഘം പൂനെയിലെത്തി പെൺകുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. വൈകിട്ട് 5:30 ഗരീബ് രഥിലാണ് കുട്ടികളുമായി ഇവർ യാത്ര തിരിക്കുക. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ട്രെയിൻ തിരൂരിലെത്തുക. ന്യൂസ് 18 മലപ്പുറം. 38 മണിക്കൂർ നീണ്ട ഉദ്വേഗം, ആകാംക്ഷ, ഇതിനൊക്കെ ഒടുവിലാണ്, ആ തിരച്ചിലിനും ഒടുവിലാണ് താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ നിന്ന് കണ്ടെത്തിയത്. അതുവരെ രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ കടന്നുപോയത് സംഘർഷഭരിതമായ മാനസികാവസ്ഥയിലൂടെയായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് +2 വിദ്യാർത്ഥികളായ ഇരുവരും പരീക്ഷ എഴുതാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതിലൊരാൾ സ്കൂളിലെത്തിയത് രക്ഷിതാവിനൊപ്പം. എന്നാൽ രണ്ടുപേരും പരീക്ഷാ ഹാളിൽ കയറിയില്ല. പരീക്ഷയ്ക്ക് ഹാജരായില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതോടെയാണ് വീട്ടുകാർ കാര്യമറിയുന്നത്. അപ്പോഴേക്കും താനൂരിൽ നിന്ന് കോഴിക്കോടെത്തിയ വിദ്യാർത്ഥികൾ ട്രെയിൻ മാർഗം മുംബൈയിലേക്ക് തിരിച്ചിരുന്നു. ബുധനാഴ്ച ഇരുവരും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങളുമുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട മലപ്പുറം എടവണ്ണ സ്വദേശി റഹീമിനൊപ്പമാണ് യാത്രയെന്ന് പോലീസ് കണ്ടെത്തി. ടവർ ലൊക്കേഷനും ശേഖരിച്ചു. ഇന്നലെ വൈകുന്നേരം വിദ്യാർത്ഥികൾ പൻവേലിലെത്തി. ഇവിടെ വെച്ച് റഹീമിന്റെയും വിദ്യാർത്ഥികളുടെയും യാത്ര 2 വഴിക്കായി. അവിടെ ഒരു മലയാളി യുവതി നടത്തുന്ന ലാസ്യ എന്ന പേരുള്ള സലൂണിൽ കയറിയ വിദ്യാർത്ഥികളിൽ ഒരാൾ മുടി സ്ട്രെയിറ്റ് ചെയ്തു. ലാസ്യ സലൂൺ ഉടമയുടെ ഫോണിൽ നിന്ന് ഇവർ റഹീമിനെ വിളിച്ചു. മൊബൈലിൽ പുതിയ സിം കാർഡ് ഇട്ടത് അന്വേഷണത്തിൽ വഴിത്തിരിവായി. ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയ കേരള പോലീസ് വിദ്യാർത്ഥികൾ പൻവേലിലെത്തിയ വിവരം മഹാരാഷ്ട്ര പോലീസിന് കൈമാറി. ഇതിനിടയിൽ റഹീം കസ്റ്റഡിയിലായി. മഹാരാഷ്ട്ര പോലീസ് സലൂണിൽ എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. 10 മണിയോടെ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ആരംഭിച്ച വിദ്യാർത്ഥികളെ ലോണാവാലയിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് നോബിക്കും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നോബി ഷൈനിയെ വിളിച്ച് മരിച്ചുകൂടെ എന്ന് ചോദിച്ചതായി കുര്യാക്കോസ് ആരോപിക്കുന്നു. 9 മാസം മുൻപ് മർദ്ദനമേറ്റപ്പോൾ പോലീസ് കേസെടുക്കാൻ വൈകിയെന്നും ആരോപണമുണ്ട്. എന്നാൽ ഈ ആരോപണം പോലീസ് നിഷേധിച്ചു. അതിനിടെ ആത്മഹത്യ ചെയ്യാനായി ഷൈനിയും മക്കളും പുറപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പുലർച്ചെ 4:45 ഷൈനിയും മക്കളും വീട്ടിൽ നിന്ന് പോകുന്നത്. ഇളയ മകളെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ കാണാം. കല്യാണം നടന്ന അന്നു മുതൽ ഷൈനി പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതായാണ് പിതാവ് കുര്യാക്കോസ് ആരോപിക്കുന്നത്. വിവാഹമോചനം നൽകാനും തയ്യാറായില്ല. ആത്മഹത്യക്ക് മണിക്കൂറുകൾക്ക് മുൻപ് നോബിയുടെ ഫോൺ വിളിയുണ്ടായി. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. വാട്സപ്പിൽ എങ്ങാണ്ട് വിളിച്ചെന്നല്ലേ ഇപ്പൊ പറയുന്നത്. പോലീസ് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പോലീസിനെതിരെയും ഷൈനിയുടെ പിതാവ് രംഗത്ത് വന്നു. ഷൈനി മർദ്ദനത്തിനിരയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പോലീസ് കേസെടുക്കാൻ വൈകി. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ. അവിടെ ചെന്ന ഇന്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് വിട്ടെന്ന് പറയും. തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആരോപണങ്ങൾ പോലീസ് നിഷേധിച്ചു. ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചത് പ്രകാരമാണ് കേസെടുത്തത്. ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടില്ല. ഷൈനിയുടെ ആത്മഹത്യയിൽ വസ്തുതകൾ പുറത്തുവരണമെന്ന് തൊടുപുഴ കരിങ്കുന്നം വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു. നാട്ടുകാർ ഒന്നാകെ തീരുമാനമെടുത്തതുകൊണ്ടാണ് നോബിയുടെ വീട്ടിൽ ആരും പോകാതിരുന്നത്. ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്നുള്ളത് ഞങ്ങൾ അവരുടെ ഭവനത്തിൽ ആരും പോകുന്നില്ല എന്ന് ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ്. അതിന്മേൽ ഞങ്ങൾ പള്ളിയിൽ വന്നു. ബാക്കി ഞങ്ങളോട് വന്നപ്പം മറ്റാൾക്കാരും ഇവിടെ കാണാൻ സാധിച്ചു. അപ്പം എല്ലാവരും ആ ഒരു തീരുമാനമാണ് എടുത്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനിടെ ഭർത്താവ് നോബി മാത്രമാണോ ഷൈനിയുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് പരിശോധിക്കുകയാണ്.
ആത്മഹത്യയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് സ്വന്തം വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കാലം മാറുമ്പോൾ നയം മാറുന്ന പാർട്ടി. പൊതുമേഖലയിൽ നയം മാറ്റത്തിന്റെ സൂചന നൽകി CPMന്റെ വികസന രേഖ. പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാമെന്ന് രേഖ നിർദ്ദേശിക്കുന്നു. സെസ് ചുമത്താനുള്ള സാധ്യത പരിശോധിക്കണം. എല്ലാ സൗജന്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്കുൾപ്പെടെ നൽകണമോ എന്ന കാര്യത്തിൽ ആലോചന വേണമെന്നും രേഖ നിർദ്ദേശിക്കുന്നു. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും രേഖ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വ്യക്തമാക്കി. യാതൊരു തരത്തിലുള്ള പുനരുദ്ധാരണത്തിനും കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുനഃക്രമീകരിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണം. താൽപര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ വ്യക്തമായ നിബന്ധനയോടെ കരാറിലേർപ്പെടുന്ന കാര്യവും പരിശോധിക്കാമെന്ന് വികസന രേഖ പറയുന്നു. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഇടതുഭരണത്തിൽ ലാഭത്തിലാകാറുണ്ട്. സ്വകാര്യ മേഖലയെ കൈമാറാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇടതു സർക്കാരുകൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച പാരമ്പര്യവുമുണ്ട്. അവിടെ നിന്നുള്ള കൃത്യമായ നയവ്യതിയാനമാണ് വികസന രേഖയിലുള്ളത്. കേന്ദ്രം നിഷേധാത്മക സമീപനം തുടരുന്ന സാഹചര്യത്തിലാണ് അധിക വരുമാനം കണ്ടെത്താനായി സെസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമെന്ന് CPM പറയുന്നു. നേരത്തെ നമ്മൾ കണ്ടത് അതിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്, അതാണ് പൊതുവെ രേഖ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഉള്ളതിന്റെ ഒരു ഗുണപരമായിട്ടുള്ള തുടർച്ചയായിട്ടും ഈ രേഖയും കാണാൻ കഴിയും. അധിക വരുമാനം കണ്ടെത്താനുള്ള വഴികൾ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കും പറഞ്ഞു. കേന്ദ്രം നമ്മുടെ കിഫ്ബിയെ നശിപ്പിക്കാൻ നോക്കുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കേരളം ഉയർത്തുന്നു. ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വേണം കിഫ്ബി വഴിയുള്ള സെസ്സിനെ കാണാൻ. ഒരു വശത്ത് വികസന പദ്ധതികൾ പറയുമ്പോൾ ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സന്ദേശവും വികസന രേഖയിലുണ്ട്. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും, കൃത്യമായി വിതരണം ചെയ്യും. വീട്ടമ്മമാർക്ക് പ്രത്യേക പെൻഷൻ എന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കുമെന്നും പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു. വി അരുൺ, ന്യൂസ് 18 കൊല്ലം. ചിലരിൽ ഇപ്പോഴും വിഭാഗീയ സംസ്കാരമെന്ന് CPMന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ. ജില്ലകളിലെ പരാതി തീർക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. തുടർ ഭരണം സംഘടനാ ദൌർബല്യമുണ്ടാക്കി. പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ കൃത്യതയില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പിടിവീഴുമെന്ന മുന്നറിയിപ്പുമുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിശ്വാസികളായ സ്ത്രീകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന BJP ശ്രമങ്ങളെ തടയണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിഭാഗീയത അവസാനിച്ചെന്ന് നേതാക്കൾ പൊതുവിൽ ഊറ്റം കൊള്ളുമ്പോഴും അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് MV ഗോവിന്ദൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്. വിഭാഗീയത പ്രവണത പൊതുവിൽ അവസാനിച്ചെങ്കിലും അത്തരം സംസ്കാരത്തിന് അടിമപ്പെട്ടവർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. പ്രാദേശിക വിഭാഗീയതയാണ് ഉയരുന്നത്. സംസ്ഥാന സെന്ററിൽ നിന്ന് നേതാക്കൾ ഇടപെട്ട് ജില്ലകളിലെ പരാതികൾ പരിശോധിക്കണം. വ്യക്തിക്കും സ്ഥാപിത താൽപര്യങ്ങൾക്കും പിന്നിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല. അത്തരം ശ്രമങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. ഭരണ തുടർച്ച ബംഗാളിലുണ്ടാക്കിയ തിരിച്ചടി കേരളത്തിൽ ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പുമുണ്ട് റിപ്പോർട്ടിൽ. പാർട്ടി അധികാര കേന്ദ്രം എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുത്. പാർട്ടി പ്രവർത്തകർ ജനങ്ങളുടെ വിനീത ദാസന്മാരാകണം. തുടർഭരണം ജനങ്ങളെ ആകർഷിച്ചപ്പോൾ സംഘടനയും നേതാക്കളും ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നും സ്വയം വിമർശനം എന്ന രൂപത്തിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വനിതാ കൂട്ടായ്മകളിലൂടെ BJP സ്ത്രീകളെ സ്വാധീനിക്കുകയാണ്. ഇത് പ്രതിരോധിക്കാനും അവിടെ ഇടപെടാനും മഹിളാ അസോസിയേഷന് കഴിയണം. സംഘപരിവാറിനെ പരവതാനി വിരിക്കുന്ന സമുദായ നേതൃത്വങ്ങളെ തുറന്നുകാട്ടണം. മുഖ്യമന്ത്രിയുടേത് മികച്ച പ്രകടനമെങ്കിലും രണ്ടാം പിണറായി സർക്കാരിൽ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല. പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ കൃത്യതയും വ്യക്തതയും ഇല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകളിലേക്ക് അത് നയിക്കും. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളും കണക്കുകൾ പാർട്ടി നേതൃത്വത്തെ ബോധിപ്പിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവാകുന്ന സംസ്ഥാന നേതാക്കൾ അതുകൊണ്ട് പാർട്ടിക്ക് എന്ത് ഗുണമെന്ന് കൂടി ചിന്തിക്കണം. ഫാൻസിനെ കൂട്ടൽ മാത്രമാകരുത് ലക്ഷ്യമെന്നും സംസ്ഥാന സമിതിയിലെ യുവനിര കൂടുതൽ സജീവമാകണമെന്നും സംഘടനാ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. വി അരുൺ, ന്യൂസ് 18 കൊല്ലം. മുഹമ്മദ് റിയാസ് മാധ്യമ കടന്നാക്രമണത്തിന്റെ ഇരയെന്ന് CPM പ്രവർത്തന റിപ്പോർട്ട്.
എന്നാൽ അവൈലബിൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് മറ്റൊരു യുവ നേതാവായ എം സ്വരാജിനെ പാർട്ടി ഉപദേശിക്കുന്നു. ഇടക്കാലത്ത് സജീവമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് EP ജയരാജനും MV ഗോവിന്ദന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഭാഗത്താണ് പരാമർശങ്ങൾ. മുഹമ്മദ് റിയാസ് മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. സർക്കാരിനെതിരായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. അതുകൊണ്ടുകൂടിയാണ് റിയാസ് മാധ്യമവേട്ടയ്ക്കിരയാകുന്നത് എന്ന് സംഘടനാ റിപ്പോർട്ട്. എം സ്വരാജ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ആണ്. ചിന്തയുടെയും കർഷക സംഘത്തിന്റെയും വിദ്യാർത്ഥി രംഗത്തിന്റെയും ചുമതലയുണ്ട്. പാർട്ടി കേന്ദ്രം ഏൽപ്പിക്കുന്ന പ്രചരണ പരിപാടികളിൽ ഇടപെടുന്നുണ്ട് എങ്കിലും അവൈലബിൾ യോഗത്തിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നാണ് സ്വരാജിന് നൽകുന്ന ഉപദേശം. മുന്നണി കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന EP ജയരാജനെ പിന്നീട് മാറ്റി. ഇടക്കാലത്ത് സജീവമായിരുന്നില്ലെങ്കിലും സമ്മേളനഘട്ടത്തിൽ സജീവമായി രംഗത്തുണ്ട് എന്ന വിലയിരുത്തലാണ് മുതിർന്ന നേതാവിനെ പറ്റിയുള്ളത്. PK ശ്രീമതിക്ക് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കേണ്ടതിനാൽ സംസ്ഥാനത്ത് സജീവമാകാൻ കഴിയില്ല. പാർട്ടി കേന്ദ്രത്തിന്റെ ചുമതലയുള്ള തോമസ് ഐസക് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് കൂടുതൽ ശ്രദ്ധിക്കണം. AK ബാലൻ അവൈലബിൾ സെക്രട്ടേറിയറ്റിലും പാർട്ടി കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. MLA എന്ന നിലയിൽ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന TP രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ ആയ ശേഷം പാർട്ടി കേന്ദ്രത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ധനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ദൗത്യം നിർവഹിക്കുന്ന ധനമന്ത്രി KN ബാലഗോപാലിനും സംസ്ഥാന സെക്രട്ടറിയുടെ അഭിനന്ദനമുണ്ട്. KK ശൈലജ പാർട്ടി ചുമതല ഏറ്റെടുത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുവെന്നും റിപ്പോർട്ട് അഭിനന്ദിക്കുന്നു. ന്യൂസ് 18 കൊല്ലം. കൊല്ലം നഗരത്തിൽ കൊടികളും ഫ്ലക്സുകളും നീക്കം ചെയ്യാൻ പോലീസ് സംരക്ഷണം നൽകും. കൊടിമരവും ഫ്ലക്സുകളും നീക്കം ചെയ്യുന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കാണ് പോലീസ് സംരക്ഷണം. ഹൈക്കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഫ്ലക്സുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാനുള്ള തീരുമാനം. കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ലക്സും സ്ഥാപിച്ച CPM-ന് കൊല്ലം കോർപ്പറേഷൻ പിഴയും ചുമത്തി. പൊതുനിരത്തുകളിൽ ഫ്ലക്സ് ബോർഡുകളും റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടുന്നതിനും വിലക്കേർപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവുണ്ട്. പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം കോടതി ഉത്തരവ് ലംഘിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് വിമർശിച്ചിരുന്നു. കൊല്ലത്തുകൂടി വരുമ്പോൾ കണ്ണടച്ചു വരാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവുകൾ നടപ്പാക്കാൻ ആരെയാണ് ഭയമെന്നും ചോദിച്ചിരുന്നു. CPIM സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം നഗരത്തിലാകെ കൊടിതോരണങ്ങളാണ്. ഹൈക്കോടതി വിമർശനങ്ങളോടെയാണ് നടപടികൾക്ക് വേഗം കൂടിയത്. കൊല്ലത്തെ കൊടിതോരണങ്ങൾ നീക്കും. ഇതിന് കോർപ്പറേഷൻ ജീവനക്കാർക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് സംരക്ഷണയിൽ ഫ്ലക്സുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യും. കൊല്ലം കോർപ്പറേഷൻ CPIM-ന് പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകി. 3.5 ലക്ഷം രൂപ പിഴയടയ്ക്കണം. CPIM ജില്ലാ സെക്രട്ടറിക്കാണ് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകിയത്. സംസ്ഥാന സമ്മേളനത്തിനായി 20 ഫ്ലക്സ് ബോർഡുകളും 2500 കൊടിയും കെട്ടിയതിനാണ് പിഴ. ഫീസ് അടച്ച് നിയമാനുസൃതം ഫ്ലക്സ് സ്ഥാപിക്കാൻ CPIM അനുമതി തേടിയിരുന്നു. കാഴ്ച മറയ്ക്കാതെയും ഗതാഗത തടസ്സമില്ലാതെയും നടപ്പാത കയ്യേറാതെയുമാണ് ഫ്ലക്സ് ബോർഡുകളും കൊടിയും സ്ഥാപിച്ചതെന്നാണ് CPIM നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊല്ലം. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം. ജസ്റ്റിസ് A ബദറുദ്ദീനെതിരെയായിരുന്നു പ്രതിഷേധം. ഇതേ തുടർന്ന് കോർട്ട് 1Dയിലെ ഇന്നത്തെ സിറ്റിംഗ് റദ്ദാക്കി. അന്തരിച്ച അഭിഭാഷകൻ അലക്സിന്റെ കേസിലെ വക്കാലത്തായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. അഡ്വക്കേറ്റ് അലക്സിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് സരിതയാണ് കോടതിയിൽ ഹാജരായത്. വക്കാലത്തുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് സരിതയ്ക്ക് ജസ്റ്റിസ് ബദറുദ്ദീനിൽ നിന്നും അവഹേളനവും മാനസിക ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നുവെന്നാണ് പരാതി. ഇതാണ് പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. മരണപ്പെട്ടു എന്ന വിവരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വീണ്ടും കേസ് തുടർച്ചയായിട്ട് ആർഗ്യ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കോടതിയിൽ കരഞ്ഞുകൊണ്ട് ആർഗ്യ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് അഭിഭാഷകർക്കും ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ, കാരണം ഒരു അഭിഭാഷകൻ മരിച്ചു. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ മരിച്ച ഒരു അഭിഭാഷകനാണ്. ഇവിടെ എല്ലാവരുടെയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വക്കീലും കൂടിയാണ്. അവർക്ക് 5 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഇത് എല്ലാവരെയും വളരെ വികാരപരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഗതിയാണ്. ജഡ്ജി തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. മനുഷ്യത്വപരമായ പെരുമാറ്റം ഉറപ്പുവരുത്തണമെന്ന് അഭിഭാഷക അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ കോടതിയിലെത്തിയില്ല.
സംഭവത്തിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നേതാക്കളെ ചീഫ് ജസ്റ്റിസ് ചർച്ചയ്ക്ക് വിളിച്ചു. വിഷയം പഠിക്കാൻ സാവകാശം വേണമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. അതേസമയം കോടതിയിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. വൈദ്യുതി ചാർജിന് പരിഹാരം കാണാനെന്ന പേരിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റിൽ നിന്ന് ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാനാകാതെ കമ്പനി. പൊതുമേഖലാ സ്ഥാപനമായ ഓട്ടോകാസ്റ്റിൽ 1 വർഷം മുൻപാണ് 8 ഏക്കർ ഭൂമിയിൽ വ്യവസായ വകുപ്പ് ആയിരക്കണക്കിന് സോളാർ പാനലുകൾ സ്ഥാപിച്ചത്. 10 ലക്ഷം രൂപ പ്രതിമാസ ചെലവ് കുറയ്ക്കാനാകുന്ന പദ്ധതിയാണ് ഇപ്പോൾ ആർക്കും പ്രയോജനമില്ലാതെ കാട് പിടിച്ചു നശിക്കുന്നത്. ഉൽപാദന ചെലവ് കുറയും, കുറെ കൂടി വിപണിയിൽ നമുക്ക് മത്സര സജ്ജമാകാൻ കഴിയുമെന്നതാണ് ഒരു ഗുണം. മുടക്കിയത് ഒരു 9 മാസം കൊണ്ട് 9 വർഷം കൊണ്ട് തിരിച്ച് ലഭിക്കുമെന്ന രൂപത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. 2024 ജനുവരി 19 ആലപ്പുഴയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ഓട്ടോകാസ്റ്റിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിക്കുന്നത്. കാക്കനാട് കേന്ദ്രീകരിച്ചുള്ള ഇൻകം ലിമിറ്റഡ് എന്ന കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 1 വർഷം പിന്നിടുമ്പോൾ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? 1 വർഷം മുമ്പ് പൊതുമേഖലാ സ്ഥാപനമായ ചേർത്തല ഓട്ടോകാസ്റ്റിന്റെ 2 ഏക്കർ ഭൂമിയിൽ സർക്കാർ നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റാണ് നമുക്ക് പിന്നിൽ ഈ കാണുന്നത്. 10 കോടി രൂപയിലേറെ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പദ്ധതി കൊണ്ട് കമ്പനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ദൃശ്യങ്ങൾ കണ്ട 2 ഏക്കർ കൂടാതെ 6 ഏക്കറിൽ കൂടി ഓട്ടോകാസ്റ്റിൽ സോളാർ പാനൽ യൂണിറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നു. 10.33 കോടി രൂപയായിരുന്നു നിർമ്മാണ തുക. മാസം 35 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ഓട്ടോകാസ്റ്റിന്റെ വൈദ്യുതി ചാർജ്. 2 മെഗാവാട്ട് വൈദ്യുതിയാണ് സൗരോർജ്ജ പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചത്. അങ്ങനെയെങ്കിൽ മാസം 10 ലക്ഷം രൂപ വൈദ്യുതി ചാർജ് ഇനത്തിൽ ഓട്ടോകാസ്റ്റിന് ലാഭിക്കാം. 9 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു പിടിക്കാമെന്നും കണക്കുകൂട്ടൽ. 1,40 ലക്ഷം രൂപ ഇതിനകം ഓട്ടോകാസ്റ്റിന് വൈദ്യുതി ചാർജ് ഇനത്തിൽ ലാഭിക്കേണ്ട പദ്ധതിക്ക് എന്തു സംഭവിച്ചു? തൊഴിലാളികൾ പറയട്ടെ. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ മിഷനറികൾ വാങ്ങി സ്ഥാപനത്തെയും തൊഴിലാളികളെയും ഇല്ലാതാക്കാനാണ് ഈ സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരാവകാശ രേഖകൾ പ്രകാരം ഉദ്ഘാടന വേളയിൽ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രാഥമികമായി നേടേണ്ട KSEBയുടെ ഗ്രിഡ് കണക്ടിവിറ്റി പോലും ഓട്ടോകാസ്റ്റ് നേടിയിരുന്നില്ലെന്ന് രേഖകളിൽ നിന്ന് വ്യക്തം. 10 കോടി രൂപ ചെലവഴിച്ച് 1 വർഷം പിന്നിടുമ്പോൾ 1 രൂപയുടെ വൈദ്യുതി പോലും ഓട്ടോകാസ്റ്റിന് ഉൽപ്പാദിപ്പിക്കാനായില്ലെന്ന് രേഖകൾ പറയുന്നു. നമുക്ക് സർക്കാർ ഇതിനുള്ള അനുമതി കിട്ടാതെയാണ് ഇത് പ്രോജക്റ്റ് എല്ലാം നടത്തിയത്. അതിന്റെ തെളിവാണ് ഈ കാണുന്നതെല്ലാം. അടിസ്ഥാനപരമായി ഈ കടമ്പകൾ കടക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലും പൂർത്തീകരിക്കാൻ വ്യവസായ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. പ്രവർത്തന സജ്ജമല്ലാതിരുന്നിട്ടും യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പോലും കബളിപ്പിക്കലായിരുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കൂടുതൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. മറ്റ് സ്ഥാപനങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമെന്നും ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി പറഞ്ഞു. ചോർച്ചയിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർന്നതായി 1-ാം പ്രതി ഷുഹൈബ് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റ് പ്രതികളാണ് ഉത്തരവാദികൾ എന്നാണ് ഷുഹൈബിന്റെ വാദമെന്നും ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത ശേഷം അവർ പോലീസ് കസ്റ്റഡി വാങ്ങി കൂടുതൽ ചോദിക്കാനുണ്ട്. ചോർത്തയായിട്ടുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്, തീർച്ചയായും സമ്മതിക്കുന്നുണ്ട്. ചോർത്തപ്പെട്ട ക്വസ്റ്റ്യൻ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ അയാൾ പറയുന്നത്. അല്ല, അയാൾ പറഞ്ഞിരിക്കുന്നത് അയാൾ മറ്റുള്ള പ്രതികളുടെ പേരിലാണ് ആരോപിക്കുന്നത്. എങ്കിലും ചോർത്തപ്പെട്ടിരുന്ന പിന്നീട് മനസ്സിലായത് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പ്രതികൾ പറയുന്നത് മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ. നമുക്ക് അല്ലാതെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസ് പരീക്ഷയിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായിട്ടുള്ള വ്യക്തമായിട്ട് തെളിവുകളുണ്ട്. അതിനെപ്പറ്റി തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ട് നമ്മൾ പ്രതിയെ കസ്റ്റഡി വാങ്ങി ചോദിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ചോർത്തപ്പെട്ടിട്ടുണ്ടോ, ചോർത്തി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളോട് പരിശോധിക്കുന്നത്. ചോർന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അവർ പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം പിന്നെ ഗൂഢാലോചന ഉണ്ടല്ലോ, വ്യക്തമാണ്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ എറണാകുളം കുന്നത്ത് നാട്ടിൽ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ച വീട്ടിൽ നിന്ന് മാറ്റും. ജില്ലാ ഭരണകൂടമാണ് തീരുമാനമെടുത്തത്. ദുർഗന്ധം അസഹനീയമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി വീടിന് മുന്നിൽ സംഘടിച്ചത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു 1.5 മാസമായിട്ട്
ഞങ്ങൾ മണം പുകയും എന്ന് വേണ്ട എല്ലാവിധ മലിനീകരണം ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പട്ടിയുടെ കൊര, കുറുക്കൻ ഓളോടും പോലെയുള്ള ഓളോടിൽ, പിന്നെ പരിസരത്തുള്ള പട്ടികൾക്ക് രോഗങ്ങൾ പിടിക്കണു, ചത്തുപോണു, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഞങ്ങൾക്കിടെ എല്ലാ തവണയും തൊഴിലുറപ്പ് ചെയ്യാറുള്ളതാണ്. ഇവിടെ ഈ പറമ്പിൽ ഈ മുറ്റത്തൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല. ഞങ്ങളിപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ചെയ്യണത്. ഈ മേലത്തെ ജോർജിന്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് ഈ വീടിന്റെ തൊട്ട് പറയില്ല. ഇവിടെ നിന്ന് മാറ്റാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. ഞങ്ങൾ ഈ മണം സഹിച്ചാ ഞങ്ങളിവിടെ ജീവിക്കണത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ എറണാകുളം കുന്നത്തുനാടിൽ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ച വീട്ടിൽ നിന്ന് മാറ്റും. ജില്ലാ ഭരണകൂടത്തിന്റേതാണ് തീരുമാനം. ദുർഗന്ധം അസഹനീയമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി വീടിന് മുന്നിൽ സംഘടിച്ചത്. ഒന്നര മാസം മുൻപാണ് പത്തനംതിട്ട സ്വദേശിയായ വീണ ജനാർദ്ദനൻ വീട് വാടകയ്ക്കെടുത്തത്. വളർത്തുനായയെ വീട്ടിൽ അനുവദിക്കണമെന്ന് ഉടമസ്ഥനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ വീട് വാടകയ്ക്കെടുത്ത ശേഷം തെരുവിൽ നിന്ന് 60 നായ്ക്കളെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ദുർഗന്ധവും നായ്ക്കളുടെ കുരയും സഹിക്കാൻ കഴിയാതായതോടെ ഒടുവിൽ നാട്ടുകാർ വീടിന് മുന്നിൽ സംഘടിച്ചു. MLA PV ശ്രീനിജനും നാട്ടുകാർക്കൊപ്പം ചേർന്നു. തീരുമാനമുണ്ടാകാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. എന്നാൽ MLAയുടെ നേതൃത്വത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നാണ് വീണ ജനാർദ്ദനന്റെ ആരോപണം. ഒരു MLA ചെയ്യേണ്ട കാര്യമാണോ ഇത്? എനിക്ക് അതേ അറിയണ്ടു. ഒരു ജനപ്രതിനിധിയായിട്ട് വരുന്ന ആള് നാട്ടുകാർക്ക് അനുമതി കൊടുത്തൊരു കലാപം ഒഴിച്ചുവിടാനായ ശ്രീനിജൻ എന്ന് പറഞ്ഞ MLAയുടെ ഇന്നലത്തെ പ്രകടനം കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്ര കലാപത്തിന്റെ കാരണം ശ്രീനിജൻ MLA ആണ്. ഇതാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? ജനകീയ പ്രതിഷേധത്തിൽ ഇടപെടുകയായിരുന്നുവെന്നും നിയമം പാലിക്കാതെയാണ് തെരുവ് നായ്ക്കളെ വളർത്തുന്നതെന്നും PV ശ്രീനിജൻ MLA പറഞ്ഞു. മിനിഞ്ഞാന്നാണ് എൻ്റെ അടുത്ത് ആ പരിസരവാസികളും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഇങ്ങനൊരു പരാതി പറഞ്ഞത്. അങ്ങനെ ഒരു ഭയപ്പാടുണ്ട്, MLA ഒന്ന് ഇടപെടണമെന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ആ സ്ഥലം സന്ദർശിക്കാൻ പോയത്. പ്രത്യേകിച്ച് ഇന്നലെ ചെല്ലുമ്പോൾ ആ പരിസരം മുഴുവനും പട്ടി വിസർജ്യം ചെയ്ത് അതിൻ്റെ ഇതിലേക്ക് കുറച്ച് മണ്ണ് മാത്രമാണ് അവർ വാരിയിട്ടിരുന്നത്. കേരള പഞ്ചായത്ത് റൂൾസ് 1998 സെക്ഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പഞ്ചായത്തിന്റെ ലൈസൻസ്, സെക്രട്ടറിയുടെ ലൈസൻസ് ഇതിനാവശ്യമാണ്. അതേസമയം വാടകയ്ക്കെടുത്ത വീട്ടിൽ നായ്ക്കളെ വളർത്താൻ ലൈസൻസ് ഇല്ലെന്ന് ജില്ലാ ഭരണകൂടം കണ്ടെത്തി. ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നതിനായി നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റാൻ ജില്ലാ ഭരണകൂടം ഉടൻ നോട്ടീസ് നൽകും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കാരശ്ശേരിയിൽ തെരുവുനായ ആക്രമണം. 280ഓളം കോഴികളെ തെരുവുനായ കടിച്ചു കൊന്നു. 300 കോഴികളാണ് കൂട്ടിലുണ്ടായിരുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. 5 നായ്ക്കൾ ചേർന്നാണ് ആക്രമിച്ചത്. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 1 മാസം പ്രായമുള്ള കോഴികളെയാണ് കൊന്നത്. 1/4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് ഉടമ അംജദ് ഖാൻ പറഞ്ഞു. രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരോ? ന്യൂസ് 18 സർവേ. ഇന്ത്യയിലെ നഗരപ്രദേശങ്ങൾ സുരക്ഷിതമെന്ന സർവേ. ന്യൂസ് 18 നടത്തിയ പരിശോധനയിൽ പ്രതികരിച്ചവരിൽ 82% സ്ത്രീകളും നഗരങ്ങളെ സുരക്ഷിത അന്തരീക്ഷമായി കണക്കാക്കുന്നു. നഗരങ്ങൾ സുരക്ഷിതമല്ലെന്ന് കരുതുന്നത് 6% പേർ മാത്രമാണ്. ഇന്ത്യൻ നഗരങ്ങൾ പകൽ സമയത്ത് സുരക്ഷിതമാണെങ്കിലും രാത്രിയിൽ സാഹചര്യം മറിച്ചാണെന്ന് സർവേ വ്യക്തമാക്കുന്നു. പകൽ സമയം സുരക്ഷിതരാണ് എന്ന് 82% സ്ത്രീകൾ അഭിപ്രായപ്പെട്ടപ്പോൾ രാത്രി സുരക്ഷിതമാണെന്ന് 42% മാത്രമേ കരുതുന്നുള്ളൂ. അഹമ്മദാബാദ്, ഇൻഡോർ, മുംബൈ എന്നീ നഗരങ്ങളിലെ സ്ത്രീകളാണ് ഏറ്റവും കുറവ് സുരക്ഷാ ആശങ്കകൾ പങ്കുവയ്ക്കുന്നത്. ഗതാഗത സൗകര്യങ്ങളിലെ സുരക്ഷയെക്കുറിച്ചുള്ള ധാരണകൾ ആശങ്കാജനകമാണ്. പകൽ സമയത്തെ യാത്രകളിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് 70% പേരും കരുതുമ്പോൾ രാത്രിയിൽ സുരക്ഷിതരാണ് എന്ന് കരുതുന്നത് 31% മാത്രം. പ്രതികരിച്ചവരിൽ പകുതിയോളം പേർ പൊതുഗതാഗതം കൂടുതൽ സുരക്ഷിതം എന്ന് വിലയിരുത്തുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സുരക്ഷയെക്കുറിച്ച് പ്രതികരിച്ചവരിൽ ഭൂരിഭാഗവും അനുകൂല നിലപാടാണ് വ്യക്തമാക്കുന്നത്. 87% സ്ത്രീകളും ഇവിടെ സുരക്ഷിതരാണെന്ന് കരുതുന്നു. ജോലിസ്ഥലങ്ങളിൽ സുരക്ഷിതരാണ് എന്ന് 92% പേരും കണക്കാക്കുന്നു. തൊഴിലിടങ്ങളിൽ സുരക്ഷ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് 86% പേരും വിശ്വസിക്കുന്നു. സ്ത്രീകൾ പൊതുയിടങ്ങളിൽ നേരിടുന്ന പ്രധാന പ്രശ്നമായി പറയുന്നത് മോശമായ ഭാഷാ പ്രയോഗമാണ്.
തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 20 നഗരങ്ങളിലാണ് സർവേ നടന്നത്. 8,000-ഓളം സ്ത്രീകളാണ് പ്രതികരിക്കാൻ തയ്യാറായത്. പൊതുപരിസ്ഥിതികളിൽ ലിംഗനീതിയിൽ അധിഷ്ഠിതമായ ബഹുമാനത്തിന്റെയും പിന്തുണയുടെയും ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിനോടൊപ്പം സുരക്ഷിതമല്ലാത്ത അനുഭവങ്ങളെ അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും സർവേ അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മലപ്പുറം മുൻ SP സുജിത് ദാസിനെ തിരിച്ചെടുത്തു. 6 മാസത്തെ സസ്പെൻഷൻ കാലാവധിക്ക് ശേഷമാണ് സുജിത് ദാസിനെ തിരിച്ചെടുത്തത്. PV അൻവറുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു സസ്പെൻഷൻ. സുജിത് ദാസിന് പുതിയ തസ്തിക നൽകിയിട്ടില്ല. ഫോൺ സംഭാഷണം പുറത്തു വന്നത് വിവാദമായതോടെ തിരുവനന്തപുരം റേഞ്ച് DIG അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുകയായിരുന്നു. വിവാദ സംഭാഷണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെയും മറ്റ് SP-മാരെക്കുറിച്ചും സുജിത് ദാസ് നടത്തിയ പരാമർശങ്ങൾ ഗുരുതര ചട്ടലംഘനമെന്നായിരുന്നു റിപ്പോർട്ട്. ISL-ൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ FC പോരാട്ടം. ബ്ലാസ്റ്റേഴ്സ് പുറത്തായെങ്കിലും മുംബൈക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. സമനിലയെങ്കിലും നേടാനായാൽ മുംബൈക്ക് ആദ്യ 6-ലെത്തി പ്ലേ ഓഫ് ഉറപ്പിക്കാം. 22 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റുമായി നിലവിൽ 7-ാം സ്ഥാനത്താണ് മുംബൈ. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം.